മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. നേരത്തെ കോടതി ഇത് പരിഗണിച്ചപ്പോൾ 5 ദിവസത്തേക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വിലക്കിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ ആരോപണമെന്നും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണെന്നും മുകേഷ് ജാമ്യഹർജിയിൽ പറയുന്നുണ്ട്. പണം ആവശ്യപ്പെട്ടാണ് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്നും താൻ നിരപരാധിയാണെന്നുമാണ് മുകേഷ് ഈ മുൻകൂർ ജാമ്യഹർജിയിൽ പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിനിമാ ലോകത്തെ ആകെ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മുകേഷിന്റെ മുൻകൂർ ജാമ്യഹർജി വരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, സിനിമാ ലോകമാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച. ഇന്നിപ്പോൾ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ 5 ദിവസത്തേക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വിലക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുകേഷ് പറയുന്നത് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്, ഈ പരാതി വ്യാജമാണ്, അതിനുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകനും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്റ്റേറ്റിന്റെ, പോലീസിന്റെ നിലപാട് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്താണ്? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ ഒക്കെ നേതാവായ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ ജാമ്യ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയല്ലേ? അതെ മനു, ഈ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇന്ന് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. നേരത്തെ ഇപ്പോൾ നമ്മൾ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ, മുകേഷിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ രണ്ടുപേരുടെയും അറസ്റ്റ് തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞു. മുകേഷിൻ്റെ കാര്യത്തിൽ മുകേഷിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞത് ഇത് വ്യാജ ആരോപണമാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ പരാതിക്കാരിയുടെ ഉദ്ദേശം, അതിന് തെളിവുണ്ട് എന്ന് വാക്കാൽ അന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം മുകേഷ് കൊച്ചിയിൽ നേരിട്ടെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ കളവാണ് എന്ന് സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഈ അഭിഭാഷകന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക് തെളിവുകളടക്കം ഈ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ ഇന്ന് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്ന് അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായൊരു വാദം കോടതിയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് മുകേഷിൻ്റെ പ്രതിഭാഗം എന്നുള്ള നിലയ്ക്ക് മുകേഷിൻ്റെ വാദം അഡ്വക്കേറ്റ് ജിയോ പോൾ അവതരിപ്പിക്കും. ഈ പറയുന്ന വ്യാജ ആരോപണമാണ് എന്ന വാദമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അതിന് മതിയായ തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം ബോധിപ്പിക്കും. ആ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ എത്തിക്കുകയും ചെയ്യും. ഇത് മുകേഷ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 15 വർഷം മുമ്പ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടി രംഗത്ത് വരുന്നത്. 2009 എന്തുകൊണ്ട് ഇത്രയും വൈകി? അങ്ങനെ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഇക്കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഇത് കളവായി ഉന്നയിക്കുന്ന ആരോപണമാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഈ പരാതിക്കാരി തന്നോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശമുണ്ട്. ഒപ്പം തനിക്ക് വാട്സപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ അക്കൗണ്ട് വിവരങ്ങളടക്കം, അതായത് ഈ നടിയുടെ അക്കൗണ്ട് വിവരങ്ങളടക്കം നൽകിയിട്ടുണ്ട്. അതിലേക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ്, ഇതെല്ലാം തൻ്റെ കൈവശം ഉണ്ട്. അതാണ് പ്രധാന തെളിവായി മുകേഷ് ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. മുകേഷിന് ആ വാദങ്ങളും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരവും നിയമപരമായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട തന്നെയാണ്. അത് അംഗീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് ഉമേഷ്? പോലീസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനം എന്താണ്? മനു, പോലീസ് ഈ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇത് രണ്ടുപേരുടെ കാര്യത്തിലും ഒരു സത്യവാങ്മൂലം ഇന്ന് പോലീസിന് വേണ്ടി പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേർക്ക് മുൻകൂർ ജാമ്യം നൽകരുത്, ഈ ഘട്ടത്തിൽ നൽകരുത്. ഇത് അന്വേഷണത്തിൻ്റെ പ്രാരംഭ ദശയാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു നിലപാട്. ഈ സമയത്ത് ജാമ്യം നൽകിയാൽ അത് കേസിനെ ബാധിക്കും, കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബലാത്സംഗ പരാതിയാണ് മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്, അത് ഗൗരവതരമാണ്. അതുകൊണ്ട് ഇതിൽ വളരെ വിശദമായ അന്വേഷണം വേണം. കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഉമേഷ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉമേഷ്, അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്, പോലീസിന്റെ ആ നിലപാടിൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിക്കുന്നത് എന്താണ്? മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു സർക്കാർ, CPIM എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കാനാണെങ്കിൽ മുകേഷിനെതിരെ പോലീസിന് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കുകയും ഇത്ര ശക്തമായ നിലപാട്, ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത വരെ മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഉണ്ട്.
എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയേണ്ട സാഹചര്യമേ വരുന്നില്ല ഇത് അട്ടിമറിക്കാനാണെങ്കിൽ. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമാകുന്നത് ഈ കേസിനെ സർക്കാർ ഏത് രീതിയിലാണ് സമീപിച്ചിരിക്കുന്നത്, അതിന് സർക്കാർ നൽകുന്ന ഗൗരവം എന്താണെന്ന് വളരെ കൃത്യമായി വ്യക്തമാവുകയാണ് പ്രോസിക്യൂഷന്റെ നിലപാടിലൂടെ. അതെ മനു, ഈ കാര്യത്തിൽ അതായത് ഈ നടിമാർ ഉന്നയിച്ച വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. അതിൽ നിന്ന് തന്നെ സർക്കാർ നിലപാട് എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. വനിതാ IPS ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ അന്വേഷണ സംഘം ഈ നടിയുടെ ആരോപണം ഉന്നയിച്ച ആലുവയിലുള്ള ആ നടിയുടെ വളരെ സമഗ്രമായി മൊഴി രേഖപ്പെടുത്തി ആ രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയാണ്. അത് ഓരോ 7 പരാതികളിലാണ് ഒറ്റയടിക്ക് FIR രജിസ്റ്റർ ചെയ്തത്. അത് ഓരോന്നും ഓരോ കേസായി തന്നെ, ഓരോ FIRകളായി ഓരോന്നും പ്രത്യേകം അന്വേഷിക്കാനായി ഓരോ DYSP റാങ്കിലുള്ളവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അത്രയും വളരെ ശക്തമായി തന്നെയാണ് ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിന് തെളിവാണ്. മാത്രമല്ല, ഈ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ അവർക്കെതിരെയുള്ള പരാതികളിൽ കൂടുതൽ തെളിവുകൾ ശക്തമാക്കാൻ വേണ്ടി പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ഇതിനകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. നടി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പലപ്പോഴും ധൈര്യം ഉണ്ടായില്ല, പക്ഷേ ഇപ്പോഴൊരു ധൈര്യം വന്നത് മുഖ്യമന്ത്രി ഈ കാര്യത്തിലെടുത്ത നിലപാടാണ്, മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടാണ്. ഏത് ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താനടക്കമുള്ളവർ ഇങ്ങനെ ധൈര്യമായി പരാതി നൽകാൻ മുന്നോട്ട് വന്നതെന്ന് ഈ നടി തന്നെ നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ മനു നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വളരെ ക്ലിയറാണ്. പോലീസ് ഈ 2 ജാമ്യാപേക്ഷയും ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാരാണെങ്കിലും, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലാണെങ്കിലും മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി മറ്റ് ആരോപണ വിധേയരാരാണെങ്കിലോ അവരുടെയൊക്കെ കാര്യത്തിലും ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ ഈ മുകേഷിൻ്റെയും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ്റെയും കാര്യത്തിൽ പോലീസിനോട് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, നിലപാട് ചോദിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 2 പേർക്കെതിരെയും ഒരു സത്യവാങ്മൂലം, അതായത് ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായൊരു സത്യവാങ്മൂലം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിനെ മുൻനിർത്തി ഈ 2 പേരുടെയും വളരെ വിശദമായ വാദം, പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വളരെ വിശദമായ വാദം കേട്ട ശേഷം മാത്രമായിരിക്കും പ്രിൻസിപ്പൽ സെഷൻ കോടതി അക്കാര്യത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക. അത് ഇന്ന് അന്തിമ ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ വിശദമായ വാദം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മനു, തീർച്ചയായും. ഓക്കെ, താങ്ക് യു ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മുകേഷ് പറയുന്നത് തന്നെ പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു ഈ പരാതി നൽകിയ സ്ത്രീ, നടി. അത് ഈ പരാതി വ്യാജമാണ്, അതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും കൃത്യമായി മുകേഷ് കോടതിയെ, അല്ലെങ്കിൽ മുകേഷിൻ്റെ നിയമപരമായ അവസരം ഉപയോഗിച്ച് മുകേഷ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് പോലീസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് മുകേഷിന് മുൻകൂർ ജാമ്യം അപേക്ഷിക്കാൻ അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ല, അത് കേസിനെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പോലീസ് ആ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വലിയ ആക്ഷേപം പ്രതിപക്ഷവും ഒരു വിഭാഗവും മാധ്യമങ്ങളും ഉന്നയിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗമായ പോലീസ് മുകേഷിനെതിരെ ഈ നിലപാട് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ MLA മാർ പോലും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ MLA സ്ഥാനം ആരോപണം ഉയർന്നാൽ ഉടൻ തന്നെ രാജിവെക്കേണ്ടി വരികയായിരുന്നെങ്കിൽ, അതിനുശേഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം എടുത്താൽ 2 MLA മാർ എത്രയോ പണ്ടേ രാജിവെച്ച് പോകേണ്ടവരായിരുന്നു. ആരോപണം ഉയർന്നാൽ ഉടൻ രാജിവെക്കേണ്ടവരായിരുന്നുവെങ്കിൽ അപ്പോൾ അതൊരു രാഷ്ട്രീയപരമായ ആരോപണം എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിയമപരമായ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പരാതി നൽകിയവർക്ക് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ആ പരാതി നൽകിയ പലരും പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ നിലപാടാണ് ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് പറയുകയും ചെയ്തൊരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഇത് തിരിയാതെ പോകുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.